ആനച്ചന്തവും പൂരപ്പെരുമയും മേളപ്പെരുക്കവുമായി ബുധനാഴ്ച ആറാട്ടുപുഴ ഉത്സവലഹരിയിലാകും. 33 കോടി ദേവഗണങ്ങൾ എത്തുമെന്ന് വിശ്വസിക്കുന്ന ദേവസംഗമത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. തൊട്ടിപ്പാൾ പകൽപൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് 4 മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്നുള്ള നിത്യപൂജകൾക്ക് ശേഷം വൈകിട്ട് 6:30യോടെ 15 ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറ് നടയിൽ ശാസ്താവിന്റെ പൂരം ആരംഭിക്കും. കൊമ്പൻ പാമ്പാടി രാജൻ തിടമ്പേറ്റും. 250-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിക്കും. 1443 ആറാട്ടുപുഴ പൂരത്തിന്റെ വേദി അരങ്ങുണർന്നു കഴിഞ്ഞു. ഏപ്രിൽ 9 വൈകുന്നേരം 6:30 ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടെയാണ് ഈ പൂരത്തിന് ആരംഭം കുറിക്കുക. 15 ആനകൾ, 10:40 വരെ പഞ്ചാരിമേളം. അത് കഴിഞ്ഞാൽ പങ്കാളി ക്ഷേത്രങ്ങളായിട്ടുള്ള ചാത്തക്കുടം, തൊട്ടിപ്പാള്, എടക്കുന്നി, അന്തിക്കാട്, ചൂരക്കോട്, കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ, അതേപോലെയുള്ള ക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ ഇവിടെ ആരംഭിക്കും. കയറ്റവും ഇറക്കവും പടിഞ്ഞാറ് എന്നുള്ള വരവായിട്ട് ഈ പൂരപ്പാടത്ത് മേളങ്ങൾ ധാരാളമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാനേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ അരങ്ങേറും. രാത്രി 11 മണിയോടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. തുടർന്ന് നെട്ടിശ്ശേരി ശാസ്താവിന്റെ പൂരവും എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പും നടക്കും. അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാരുടെ പൂരങ്ങളും പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളത്തും നടക്കും. തുടർന്ന് തൃപ്രയാർ തേവരുടെ പൂരം കൈതവളപ്പിൽ എത്തും. പല്ലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളും അവിടെ നിന്ന് കൈതവളപ്പ് വരെ 11 ആനകളും അകമ്പടിയാകും. ആദ്യം പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളവും നടക്കും. പാണ്ടിമേളം അവസാനിക്കുന്നതോടെ തേവരുടെ ഇടത്തുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം പൂരകത്തമ്മയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയുമായി 70ഓളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഈ പൂരത്തിന്റെ ആതിഥേയൻ ആറാട്ടുപുഴ ശാസ്താവാണ്. നെടുനായകത്വം തൃപ്രയാർ തേവർക്കാണ്. ആ തൃപ്രയാർ തേവര് പല്ലിശ്ശേരി സെന്ററിൽ ഏകദേശം 1 മണിയോടുകൂടി എത്തും. അവിടെ നിന്നിട്ട് പഞ്ചവാദ്യം, പാടത്ത് വരെ പഞ്ചവാദ്യം 11 ആനകളോടെ സമാപിക്കും. അവിടുന്ന് 21 ആനകളോടുള്ള പാണ്ടിമേളമാണ്. പാണ്ടിമേളം പന്തലിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ പൂരത്തിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തേവരുടെ വലതുഭാഗത്ത് ഭൂമിദേവി സങ്കല്പമുള്ള ചേർപ്പ് ഭഗവതിയും ഇടതുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മ തിരുവടിയും കൂടിയിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകുണ്ഠ സമ്മാനമായിട്ടുള്ള എഴുന്നള്ളിപ്പായിട്ട് കണക്കാക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ച് മന്ദാരംകടവിലെ ആറാട്ടിന് ശേഷം ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ ആറാട്ടുപുഴ പൂരത്തിന് സമാപനമാകും.